Hi traders, welcome back to MarketWise. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം 22,506 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് 22,404 എന്ന ലെവലിൽ 102 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നത് എങ്കിലും ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ഒരു ഹൈലി ഡിമാൻഡ് ഏരിയയിൽ പ്രൈസ് ഓപ്പൺ ആകുന്നതുകൊണ്ട് ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ തലേദിവസം ക്ലോസ് ചെയ്തതിന്റെ ഏകദേശം അടുത്ത് വരെ നിഫ്റ്റി എത്തിയിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ കൃത്യമായും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയിരുന്നു. അതിന്റെ പിന്നിലെ ലോജിക്ക് കഴിഞ്ഞ ദിവസം എല്ലാ മാർക്കറ്റ് അപ്വേർഡ് ഹോൾഡ് ചെയ്തുവെങ്കിലും ഇന്ന് ഇത്രയും ലോ ആയി ഓപ്പൺ ആവാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായേക്കാം എന്നുള്ളതായിരുന്നു അങ്ങനെയുള്ള ഒരു ട്രേഡിങ്ങിന്റെ എൻ്റെ ഒരു ചിന്ത. എന്നാൽ ഇവിടെ നിന്നും ചെറിയ ഒരു പോയിന്റിന് മാത്രം ഒരു 15 പോയിന്റ് ATM ട്രേഡ് ചെയ്തപ്പോൾ ഒരു 15 പോയിന്റ് അടുക്കെ പ്രോഫിറ്റ് മാത്രമേ തന്നുള്ളൂ. എന്നാൽ ഡേയ്സ് ലോ വീണ്ടും ബ്രേക്ക് ചെയ്യാനോ പ്രൈസ് ഡൗൺവേർഡ് മൂവ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലായിരുന്നു. കൺസോളിഡേഷൻ ആണ് ഈ ഏരിയയിൽ വരാൻ പോകുന്നതെന്നും വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിനാൽ പിന്നീട് ട്രേഡ് ചെയ്തില്ല. അതിനുശേഷം എന്നോട് പലരും പേഴ്സണലായി ചോദിച്ചവരോട് ഇത് കൺസോളിഡേഷൻ ആണ്, ഏത് സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് തരുന്നോ ആ ഏരിയയിലോട്ട് ട്രേഡ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഈ ഏരിയയിൽ നിന്നും ഒരു ട്രേഡ് എടുത്ത് ഡേയ്സ് ഹൈ തന്നെയായിരുന്നു എൻ്റെ ടാർഗറ്റായി കണക്കാക്കിയിരുന്നത്. തൊട്ട് താഴെയുള്ള ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അതും ഒരു സ്കാൾപ്പിംഗ് ട്രേഡ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാര്യമായ പ്രോഫിറ്റിനുള്ള സാധ്യതയില്ലായിരുന്നു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിച്ചെടുത്ത് കഴിഞ്ഞ ദിവസത്തെ ഹൈക്ക് മുകളിൽ കടന്ന് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്തു. ഡേയ്സ് ഹൈ, ഈ റെസിസ്റ്റൻസ് എന്നിവയായിരുന്നു ടാർഗറ്റ് ലെവലുകൾ. എന്നാൽ ഈ ഏരിയയിൽ നിന്നും വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുകയായിരുന്നു. ഈ ഏരിയയിൽ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്ത് ഹോൾഡ് ചെയ്യാതെ ഇവിടെ നിന്നും പ്രൈസ് ഡിക്ലൈൻ ആയേക്കും എന്ന പ്രതീക്ഷയിൽ വീണ്ടും അവിടെ നിന്നും ടാർഗറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ വീണ്ടും ഈ ഏരിയയിൽ വന്നപ്പോൾ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു ട്രേഡ് അറ്റൻഡ് ചെയ്തുവെങ്കിലും അത് ഈ ലെവലിന് മുകളിൽ വീണ്ടും ഹോൾഡ് ചെയ്യാതെ നാമമാത്രമായ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ ട്രേഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റികൾ വീണ്ടും ഉണ്ടായിരുന്നു. എങ്കിലും അത് ട്രേഡുകളുടെ എണ്ണം കൂട്ടാമെന്നല്ലാതെ വ്യക്തമായ ഒരു ഡയറക്ഷൻ കിട്ടുകയില്ല എന്ന ഒരു തോന്നൽ കൊണ്ട് ഞാൻ ട്രേഡിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. 3 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഓപ്പൺ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാവുക. എന്നാൽ വ്യക്തമായ ഒരു ട്രേഡിനുള്ള ചാൻസ് ആകെ ഈ ഒരു ബ്രേക്ക് ഔട്ട് മാത്രമായിരുന്നു. ഈ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി ഹോൾഡ് ചെയ്തവർക്ക് സാമാന്യം നല്ല ഒരു മൂവ്മെന്റ് അല്പനേരം ഹോൾഡ് ചെയ്യേണ്ടി വന്നിരുന്നു എങ്കിൽ പോലും ലഭിച്ചിട്ടുണ്ട്. പിന്നീടുള്ളതെല്ലാം അത്ര ഒരു പെർഫെക്റ്റ് ട്രേഡിംഗ് അവസരങ്ങൾ അല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി വീണ്ടും ഈ ഏരിയയിൽ ഒരു ബൈ ചാൻസ് ഉണ്ട്. ഈ ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് ഇവിടെ എൻ്റർ ആകാവുന്നതാണ്. പക്ഷേ മാർക്കറ്റ് ഡ്രാഗ് ചെയ്തതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. പ്രതീക്ഷയോടെ എല്ലാവരും വാട്സപ്പ് ചാനൽ കാത്തു നിന്നിരുന്നെങ്കിലും വ്യക്തമായ ഒരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട്, ട്രേഡിംഗ് സെറ്റപ്പ് മൂവ്മെന്റ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അടുത്ത് ഉള്ള ഒരു സ്റ്റോപ്പ് ലോസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലെവലുകളൊന്നും വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളത്തേക്ക് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്നൊന്ന് പരിശോധിക്കാം. 22,498 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 22,578 എന്ന ലെവലാണ് ആദ്യമേ ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് തൊട്ട് താഴെ 22,552 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും അതിനു മുകളിൽ
ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 22,591, 22,644, 22,697 എന്നിങ്ങനെയുള്ള ലെവലുകൾ എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ, അത് ഈ മൈനർ റെസിസ്റ്റൻസ് ആണെങ്കിലും അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 22,498 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എങ്കിലും അതിന് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നുള്ളതാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 22,498, 22,475, 448, 430, 402 എന്ന ലെവലുകൾ. എന്നാൽ ഈ 402 ഈ ഏരിയയെല്ലാം വളരെ സ്ട്രോങ് ആയ ബയേഴ്സിന്റെ ഏരിയയാണ്. കൊണ്ട് പ്രൈസ് എത്ര വേഗം വേണമെങ്കിലും ഇവിടെ നിന്ന് അപ്വേർഡ് ടേൺ ചെയ്തേക്കാം. ഈ ലെവലിന് താഴെ ക്ലോസ് ആവുക എന്ന് പറയുന്നത് തന്നെ അല്പം ടഫായേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായിരുന്നാലും അത് വളരെ വ്യക്തമായി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാനൊരു ട്രേഡിൽ എൻ്റർ ആവുകയുള്ളൂ. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നാളത്തെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 48,243 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 47,967 എന്ന ലെവലാണ് സപ്പോർട്ട് സോണും. അതിനിടയിൽ 48,103 എന്ന ലെവലിൽ ഒരു മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ ഞാനിങ്ങനെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് ഈ ഏരിയയിലായതുകൊണ്ട് തുടർന്ന് കണ്ടിന്യൂസ് ആയി പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന ലെവലിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഓർ തൊട്ട് താഴെ മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാലും ഈ ലെവലാണ് നമ്മളുടെ പ്രധാന ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലാണ്. അതായത് 48,243 ആണ് നമുക്ക് ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കാൻ. അപ്പോൾ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എങ്കിലും അതിനു മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 48,300, 348, 400, 465, 553, 613, 48,779 എന്നിങ്ങനെയുള്ളവ. എന്നാൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അഥവാ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 47,925 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ടാർഗറ്റുകൾ 47,756, 47,610, 47,522 എന്നിങ്ങനെ താഴോട്ട് രേഖപ്പെടുത്തിയവയാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെൻസെക്സിൽ എന്തായിരിക്കാം നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 73,844 ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 74,132 ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോണായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ
73,992 74,000 എന്ന ലെവൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ഏരിയയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 74,132 എന്ന് പറയുന്ന ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ ആയി രേഖപ്പെടുത്തിയിട്ടുള്ള ഇടത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുകയാണ് എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 74,247, 74,360, 74,557, 74,664 എന്നിങ്ങനെയുള്ളവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 73,759 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 73,647, 73,503, 73,400, 73,233, 72,817 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഈ ഏരിയയെല്ലാം സ്ട്രോങ് ആയ സപ്പോർട്ട് സോണുകളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം പ്രൈസ് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒന്ന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നമ്മളുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് തന്നെ വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായി തോന്നുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായി കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ആണ് നമ്മളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക യൂട്യൂബ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ നാളെ നല്ല ഒരു മൂവിംഗ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.